ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. UG ലൈഫ് കഴിഞ്ഞ് പഠനക്കാട് കാർഷിക കോളേജിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോഴേ ഞാൻ വിചാരിച്ചിരുന്നു ഒരു കൊല്ലത്തെ ബ്രേക്കൊക്കെ കഴിഞ്ഞ് വീണ്ടും PGക്ക് ജോയിൻ ചെയ്യണമെന്ന്. PGയും ഇതുപോലെ തന്നെ എൻട്രൻസ് എക്സാമും കാര്യങ്ങളൊക്കെ കടമ്പകളൊക്കെ കടന്ന് വേണമല്ലോ എത്താൻ. അപ്പോൾ എക്സാമിന് പ്രിപ്പയർ ചെയ്ത് എക്സാം അറ്റൻഡ് ചെയ്തെങ്കിലും റിസൾട്ട് വന്നപ്പം എനിക്കിനി ഒരു അഡ്മിഷൻ ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. അത്ര നല്ലൊരു റിസൾട്ടൊന്നും ആയിരുന്നില്ല. സോ PG പ്ലാൻസൊക്കെ ഡ്രോപ്പ് ചെയ്ത് നെക്സ്റ്റ് ഒരു കാര്യത്തിലോട്ടൊക്കെ മൂവ് ചെയ്തപ്പോഴാണ് എനിക്ക് എന്തോ ഭാഗ്യം കൊണ്ട് ലാസ്റ്റ് നിമിഷം എനിക്ക് PGക്ക് അഡ്മിഷൻ ആയത്. സോ എന്താ പറയുക, ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിച്ച സംഭവം വീണ്ടും എൻ്റെ അടുത്തേക്ക് തന്നെ എത്തുകയാണ് ചെയ്തത്. അപ്പോൾ ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് എൻ്റെ യാത്ര കോളേജ് ഓഫ് അഗ്രികൾച്ചർ വെള്ളാനിക്കരയിലേക്ക്, തൃശ്ശൂർ കോളേജിൽ. സോ ഫസ്റ്റ് ഡേ നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വെരിഫിക്കേഷൻ, പിന്നെ കോളേജ് അഡ്മിഷൻ, ഹോസ്റ്റൽ അഡ്മിഷൻ, ഫൈനലി എനിക്ക് ഹോസ്റ്റൽ അലോട്ട് ചെയ്ത് തന്നു. അത്തരം പരിപാടികളൊക്കെ ആയിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് അറ്റത്തായിരുന്നു രണ്ട് പരിപാടികളും ഉണ്ടായിരുന്നത്. സോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഒരു പരിവായി ഉണ്ടായിരുന്നു. ഫൈനലി ഹോസ്റ്റലിലേക്ക് അത്യാവശ്യം വേണ്ട ബെഡ്, പില്ലോ സാധനങ്ങളൊക്കെ വാങ്ങി നേരെ റൂമിലെത്തി. ഞാനൊന്ന് സെറ്റിലായി നേരെ അങ്ങനെ കിടക്കുകയായിരുന്നു കുളിയെല്ലാം കഴിഞ്ഞ്, കാരണം നല്ല ടയേർഡായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഡേ ഞങ്ങൾക്കൊരു ഓറിയൻറ്റേഷൻ പ്രോഗ്രാം ആയിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ റൂംമേറ്റ് സിനോറ, പിന്നെ ഇത് ആമി ഓൾറെഡി ഞങ്ങൾ UGയിൽ ഒരുമിച്ചായിരുന്നു, എൻ്റെ ബാച്ച്മേറ്റ് ആയിരുന്നു, എനിക്കറിയാം. പിന്നെ ഷാന. അപ്പോൾ ഇവർ 3 പേര്, മൊത്തത്തിൽ 4 പേരാണ് റൂമിൽ. തലേ ദിവസമേ നമ്മൾ അടിപൊളിയായിട്ട് കമ്പനി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ വീഡിയോ ഒന്നും എടുക്കാത്തതുകൊണ്ട് പിറ്റേ ദിവസം നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വീഡിയോ എടുക്കാൻ പറഞ്ഞ് നിൽക്കുമായിരുന്നു. അപ്പോൾ ഇനിയുള്ള എൻ്റെ വ്ളോഗിലൊക്കെ ഇവരൊക്കെ എന്തായാലും ഉണ്ടാവും. പിന്നെ ഇത് എൻ്റെ ബാച്ച്മേറ്റ് ആതിര, പിന്നെ ഒരാളും കൂടി ഉണ്ട് കേട്ടോ. ഞങ്ങൾ ടോട്ടൽ 3 പേരാണ്. പിന്നെ മറ്റേ ആൾക്ക് അധികം വീഡിയോ എടുക്കാൻ താല്പര്യമില്ല പറഞ്ഞുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഡയറക്റ്റ് നമ്മൾ ഓറിയൻറ്റേഷൻ പ്രോഗ്രാമാണ് അറ്റൻഡ് ചെയ്തത്. സത്യം പറഞ്ഞാൽ ഞാനൊരു അറൗണ്ട് ഒരു 2 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെ ക്ലാസ്സൊക്കെ ഇരുന്ന് കേട്ടിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് ചായയും കടിയൊക്കെ കിട്ടിയതുകൊണ്ട് നന്നായി. അപ്പം പരിപാടി എന്ന് പറഞ്ഞാൽ ഓറിയൻറ്റേഷനിൽ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ്സൊക്കെ പരിചയപ്പെടുത്തി, ഡിപ്പാർട്ട്മെൻറ്റിലെ HODസിനെയും അതുപോലെ ഓരോരോ സ്റ്റുഡൻസിനെയൊക്കെ സെൽഫ് ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു. ഇടയ്ക്കൊരു ചായയും കടിയൊക്കെ കിട്ടി നമ്മളൊന്ന് ബൂസ്റ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഓറിയൻറ്റേഷൻ പ്രോഗ്രാം ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ 4 പേര് ഇങ്ങനെ ഒരുമിച്ചിരിക്കുന്നത്. കാര്യം നമ്മൾ 4 പേരും 4 ഡിപ്പാർട്ട്മെൻറ്റാണ്. ഞാൻ MSc അഗ്രികൾച്ചർ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കുട്ടികൾ ഒരുമിച്ച് കാണുന്നത് PG PhD എല്ലാവരും കൂടെ ഒരുമിച്ചുള്ളതുകൊണ്ടാണ്. സത്യം പറഞ്ഞാൽ അഗ്രി സ്റ്റാറ്റിക്ക് ഇവിടെ ആകെ 3 സീറ്റേ ഉള്ളൂ. ഞങ്ങൾ 3 പേരുള്ള ക്ലാസ്സാണ് അറ്റൻഡ് ചെയ്യാൻ പോകേണ്ടത്. സോ നെക്സ്റ്റ് ഡേ മുതൽ നമുക്ക് സ്റ്റാറ്റിൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ ക്ലാസ്സിൽ നിന്ന് ഓറിയൻറ്റേഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പം ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിലും എന്തെങ്കിലുമൊക്കെ വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അത്രയൊക്കെയുള്ള ഗൈസ്. ബാക്കിയുള്ള എൻ്റെ വിശേഷങ്ങൾ നമുക്ക് ലേറ്റർ കാണാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് ബിലോ. ടാറ്റാ, ബൈ.